കാലം മാറുന്നതിനനുസരിച്ച് കൂടെയുള്ള മനുഷ്യരും മാറും എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുക. ജീവിതത്തിൽ രണ്ടു കാര്യങ്ങൾ പഠിക്കുക. ആദ്യത്തേത് നിശബ്ദത പാലിക്കുക. രണ്ടാമത്തേത് ക്ഷമിക്കുക. കാരണം നിശബ്ദതയേക്കാൾ വലിയ ഉത്തരമില്ല. ക്ഷമിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയുമില്ല. ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. നിങ്ങളുടെ സ്വഭാവം എത്ര നല്ലതാണെങ്കിലും നിങ്ങളുടെ ഹൃദയം എത്ര സത്യസന്ധമാണെങ്കിലും ലോകം നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് മാത്രമേ ചിന്തിക്കൂ. അതിനാൽ മറ്റുള്ളവരെക്കുറിച്ച് വിഷമിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളിൽ സന്തോഷിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് സ്വയം ബലഹീനത തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ദുർബലനാകും. നിങ്ങൾക്ക് സ്വയം ശക്തനാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ശക്തനാകും. ഇതെല്ലാം നിങ്ങളുടെ ചിന്തയുടെ നിലവാരം പോലെ ആയിരിക്കും. അതിനാൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങളായിത്തീരും. ചില വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പറഞ്ഞവർ മറന്നാലും കേട്ടവർ മരണം വരെ മറക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തി നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതം പാഴാക്കുന്നതാണ്. ഒരു തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാതെ അടിമയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അത് ചൂണ്ടിക്കാണിച്ച് ശത്രുവായി ജീവിക്കുന്നതാണ്. ചില ആളുകൾ നിങ്ങളെ വിട്ടുപോയേക്കാം. എന്നാൽ അത് നിങ്ങളുടെ ജീവിതം എന്ന കഥയുടെ അവസാനമല്ല. അത് നിങ്ങളുടെ കഥയിലെ അവരുടെ ഭാഗത്തിൻ്റെ അവസാനം മാത്രമാണ്. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ മോശം പ്രവൃത്തികളെ ആൾക്കാർ വിലയിരുത്തുന്നു. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നല്ല പ്രവൃത്തികളെ കൊണ്ട് ആൾക്കാർ വിലയിരുത്തുന്നു. നമ്മളെ സ്നേഹിച്ചവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദനയേക്കാൾ എത്രയോ ഇരട്ടി വേദനയാണ് സ്നേഹിച്ചവർ നമ്മളെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അകന്നു പോകാൻ ആഗ്രഹിക്കുന്നവരോട് കാരണങ്ങൾ തേടരുത്. അവരെ അതിന് അനുവദിക്കുക. കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റുകളില്ലെങ്കിലും അവർക്ക് നമ്മളറിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ടാകും. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ കാണുമെന്ന് ഒരു ഉറപ്പുമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. അതു കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെടട്ടെ. സ്വയം തുടയ്ക്കേണ്ടി വന്ന കണ്ണുനീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളും ആയിരിക്കാം ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒറ്റപ്പെടലുകൾ. വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ വേദനിക്കുന്നവർക്ക് അത് എത്ര ആഴത്തിൽ അനുഭവപ്പെടുമെന്നോ എങ്ങനെ ഉരുകിത്തീരുന്നുവെന്നോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. വിഡ്ഢിത്തമായ ഒരു ചോദ്യത്തോട് പെട്ടെന്ന് പരിഹാസത്തോടെ പ്രതികരിക്കാൻ കഴിയുന്നത് ആരോഗ്യമുള്ള തലച്ചോറിൻ്റെ ലക്ഷണമാണ്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പോരാളിയാണ് ക്ഷമ. കാരണം മിടുക്കനായ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് ക്ഷമയുള്ള ഒരാൾക്ക് നേടാൻ കഴിയും. നമ്മളെക്കാൾ മനോഹരമായി സ്നേഹിക്കാൻ കഴിയുന്ന മറ്റൊരാളും ഈ ഭൂമിയിലില്ല. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണ് തുറന്നു നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. മനസ്സമാധാനം അവിടെയാണ്, അവിടെ മാത്രമാണ്. ക്ഷമയോടെ കാത്തിരിക്കുക. മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക. ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും അധികം സമയം വേണ്ടിവരില്ല. നിങ്ങളിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാൻ വഴിയൊരുക്കരുത്. നല്ലതിനെ പരിപോഷിപ്പിക്കുക. അതിനെ ആസ്വദിക്കുക. അത് നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു വൃക്ഷത്തെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുക. നിലത്ത് വീണാൽ വീണ്ടും പോരാടാൻ മുളച്ചു വരുന്ന ഒരു വിത്ത് പോലെ ആവുക. 1000 വട്ടം ഉറക്കെ വിളിച്ച് പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ അടഞ്ഞ വാതിലിനു മുൻപിൽ മാത്രം നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി തുറന്ന മറ്റനേകം വാതിലുകൾ കാണാതെ പോകുന്നു.